നമസ്കാരം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം, അത് ഓം നമ ശിവായ എന്നോ ഓം ക്രീം കാളി എന്നോ ഓം നമോ നാരായണായ എന്നോ അത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കണം. നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തികളാണ് എന്ന് തന്നെ ആദ്യമേ മനസ്സിലാക്കാം. ജീവിതത്തിൽ പലരും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട് വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. ചില വ്യക്തികൾ അപ്രതീക്ഷിതമായി കടന്നു വരികയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു ട്രാപ്പിലാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ അനുഭവഭേദ്യമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങൾ വളരെയധികം വിഷമകരമായ സാഹചര്യമാണ് അനുഭവിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. പ്രത്യേകിച്ച് സുഖമോ സന്തോഷമോ അത്തരം സാഹചര്യങ്ങൾ നിലനിർത്തുവാനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനോ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ പല വിഷമതകളിലൂടെയും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലരും നിങ്ങളെ വളരെയധികം ചതിച്ചിട്ടുണ്ട് എന്നത് വളരെ വിഷമകരമായ സാഹചര്യമാണ് ഉള്ളത്. പലരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംരക്ഷണം, ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും നിങ്ങൾ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം നിർത്തിയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ച പല വ്യക്തികളും നിങ്ങളെ പല വിധത്തിലും വേദനിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ അത് മറക്കുവാൻ സാധിക്കാത്ത ഒരു മുറിവായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ സ്നേഹിക്കുകയും അത്രമേൽ നിങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തിയിട്ടുള്ളതായ വ്യക്തികൾ അത്രമേൽ നിങ്ങളെ പല വിധത്തിലും വിഷമകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ട സഹവാസം അല്ലെങ്കിൽ അവർ ഒപ്പമുള്ളപ്പോൾ ഒരു നെഗറ്റീവായ ഊർജം തന്നെയായിരിക്കാം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. നെഗറ്റീവായ ഊർജത്തോടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായി വന്നിട്ടുള്ളത്. ജീവിതത്തിൽ പല വിഷമതകളും ഇത്തരത്തിൽ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാതെയാണ് എങ്കിലും ചില നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു പോയി എന്നത് വാസ്തവം തന്നെയാണ്. അത് ഒരു നിമിഷത്തെ അശ്രദ്ധയാൽ അല്ലെങ്കിൽ ചില വ്യക്തികളെ വിശ്വസിച്ചതിനാൽ ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ, അത് കുടുംബ ജീവിതത്തിലാണ് എങ്കിലും മറ്റൊരു ബന്ധത്തിലാണ് എങ്കിലും സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരുമായുള്ള ബന്ധത്തിലാണ് എങ്കിലും നിങ്ങൾക്കിടയിൽ ചില വ്യക്തികൾ കടന്നു വരുന്നത് നിങ്ങളുടെ ബന്ധം വഷളാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ദുരിതപൂർണമായ അവസ്ഥ തന്മൂലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള വ്യക്തികൾ അവർ കരകയറി പോകുന്നതായ സാഹചര്യം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ബുദ്ധിമുട്ടേറിയതായ പല പ്രയാസങ്ങളും ജീവിതത്തിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ജീവിതത്തിൽ എന്തൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടേ പോകേണ്ടതായി വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടവരും നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ.
ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതായ പല കാര്യങ്ങളും ലഭിക്കാതെയും അനാവശ്യമായ പല വിഷമതകളും അത്തരത്തിലുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു പൂർണ്ണ തൃപ്തി ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ചെറുപ്പകാലം മുതൽ തന്നെ പല വിഷമതകളും നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. അത് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നമോ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഹാപ്പിയായി ഇരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, സന്തോഷം നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിഴലിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വിഷമിച്ചിട്ടുള്ളവരാണ്. ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിഷമതകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരുപാട് പരീക്ഷണങ്ങൾ ലൈഫിൽ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നുകൊണ്ടേ ഇരിക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഇപ്പോഴും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്ന് പോലും ആലോചിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അനുഭവിച്ചു പോരുന്ന വിഷമതകളിൽ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമായി പരിഹരിക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ മറ്റു ചില വ്യക്തികളുടെ സഹായത്താൽ കൂടി അത് സാധ്യമാകുന്ന സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്കാണ് എങ്കിലും ഒരു സൊല്യൂഷൻ നൽകുവാൻ സാധിക്കും. അതേപോലെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒപ്പമുള്ള ചില വ്യക്തികൾക്ക് നിങ്ങൾക്കും ചില സൊല്യൂഷൻ പറഞ്ഞ് കൊടുക്കുവാൻ സാധിക്കും. തീർച്ചയായും സോൾവ് ചെയ്യാൻ സാധിക്കാത്തതായ പല പ്രശ്നങ്ങളും ഇപ്പോഴും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ഒരു കാലതാമസം നേരിടുന്നു എന്നത് വാസ്തവം തന്നെയാണ്. മനസ്സിലുള്ള പല കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല. വളരെയധികം ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ സാഹചര്യമുണ്ട്. കാലം കുറയായി എനിക്കത് നടന്ന് കിട്ടുമോ എന്ന് പോലും സംശയമുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അനുകൂലമായ സമയം, അനുയോജ്യമായ സമയം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല ആഗ്രഹങ്ങളും തീർച്ചയായും അതിനാൽ ഈ സമയം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മനസാന്നിധ്യം അല്ലെങ്കിൽ മനോധൈര്യം പലപ്പോഴും നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അത് കൈമുതലാക്കി പലപ്പോഴും ജീവിതം മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളെയും കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കും എങ്കിലും ചില സമയങ്ങളിൽ ചില ഉപദേശങ്ങൾ നിങ്ങളെ പല വിധത്തിലും തിരിച്ചടികൾക്കോ മറ്റു വിഷമതകൾക്കോ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പ്രസന്നമായ മുഖം നിങ്ങളുടെ പ്രത്യേകതയാണ്. വളരെ വൃത്തിയോടെ അല്ലെങ്കിൽ വൃത്തിയും വെടുപ്പുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുവാനും അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് പല അവസരങ്ങളിലും നിങ്ങൾ ആലോചിക്കണം എന്നില്ല. എന്നാൽ കൃത്യമായി തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ തീർച്ചയായും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുകയും പൂർണ്ണതയിൽ കൊണ്ടുവരികയും ചെയ്യാനായി ശ്രമിക്കും. എന്നാൽ പല കാര്യങ്ങളും അവസാന നിമിഷം നിങ്ങൾക്കത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഏർപ്പെടുന്നതായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഭാഗ്യനഷ്ടം സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ അത് പലപ്പോഴും വിഷമകരമായ കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ഭാഗ്യം നഷ്ടപ്പെട്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഏത് കാര്യമാണ് എങ്കിലും അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കലും പരാജയത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ അവസാന നിമിഷം വരെ അതിനായി പ്രവർത്തിക്കും. അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും ഇനി നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ അസുലഭ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. അത്തരമൊരു കാര്യങ്ങൾ ഇനി ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ശ്രദ്ധ പലപ്പോഴും പുലർത്തിയാൽ പോലും പല കാര്യങ്ങളിലും അബദ്ധമായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങളുടെ ഭാവി മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കും എങ്കിലും പലപ്പോഴും അത് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യം നേടിയെടുക്കുവാനും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര തന്നെ മുന്നോട്ട് പോകുവാനും മടിയില്ലാത്ത വ്യക്തികൾ തന്നെയാണ്. പലരും ധനപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പറ്റിച്ചിട്ടുണ്ട് എന്നതും നിങ്ങൾ തീർച്ചയായും ഓർക്കേണ്ടതായ കാര്യമാണ്. അതിനാൽ ഇനി ഇത്തരം അബദ്ധങ്ങൾ പിഴയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും മറ്റുള്ളവർക്ക് പറ്റിക്കുവാൻ എളുപ്പമുള്ള ഒരു വ്യക്തികൾ എന്നൊരു ചിന്ത പോലും നിങ്ങൾക്ക് തോന്നി തുടങ്ങാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. അല്പം വൈകിയാലും നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. അത് പലപ്പോഴും ജീവിതത്തിൽ അകന്നു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും അത് കൃത്യമായി ഓർക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. പല കാര്യങ്ങളോടും മനസ്സിൽ സ്നേഹം സൂക്ഷിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളും പുറമെ പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ അതൊരു വിഷമതയായി മാറാവുന്നതുമാണ്. പല കാര്യങ്ങളും സത്യങ്ങൾ പിന്നീട് മനസ്സിലാക്കുകയും അവർ നിങ്ങളോട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ചേരുകയോ ചെയ്യാവുന്ന സാഹചര്യം പോലുമുണ്ട്. അത് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുകയോ ചെയ്യാം. തീർച്ചയായും നിങ്ങളെ ഒരു വ്യക്തി സഹായിച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾ മറക്കില്ല. അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയാം. ഒരു കാര്യവും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ അത്ര താല്പര്യപ്പെടാത്തവരും എന്നാൽ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നവരും കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ്. മോശം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല നിങ്ങൾ. സത്യസന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് കർമ്മഫലത്തിൽ വളരെയധികം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരും നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ കർമ്മങ്ങളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ കാരണം മറ്റൊരു വ്യക്തിക്ക് ദോഷമാകുന്ന സാഹചര്യമില്ല എന്നതും വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ കൃത്യമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ പോലും ഇമോഷൻ വളരെയധികം ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ചില നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് തെറ്റിപ്പോയിട്ടുള്ളതായ തീരുമാനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ചിന്താശക്തി കൃത്യമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. മുൻപ് ക്ലാരിറ്റി പല കാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ മാറ്റം സംഭവിക്കുകയാണ്. അത് തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും കാണുവാൻ സാധിക്കുന്ന
ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം.